രാജാതിരാജനായ ഈശോ മിശിഹായുടെ കൃപയാൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ട സ്നേഹമുള്ളവരെ, കർത്താവിന്റെ രാജ്യത്വ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏവർക്കും ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം കർത്താവിനെ നമ്മൾ രാജാവായി അംഗീകരിച്ച് ഹൃദയത്തിൽ ഏറ്റുപറയുമ്പോൾ ജീവിതത്തിലുടനീളമുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈശോയെ നമ്മൾ നമ്മുടെ രാജാവായി അംഗീകരിക്കുക എന്നുള്ളത്. പരിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ അത്യുന്നതമാം സർലോകത്തിൽ സർവേശ്വര സ്തുതി ഗീതം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ ഈശോയുടെ ജനനത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ജ്ഞാനികൾ വന്ന് അന്വേഷിക്കുന്നത് നമ്മൾ ഇപ്രകാരമാണ്: ഇസ്രായേലിന്റെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെറോസിന്റെ അടുത്ത് ജ്ഞാനികൾ വന്ന് കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോൾ രാജാവിനെ അന്വേഷിച്ചു വരുന്ന ജ്ഞാനികൾ. അതേ തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ മമ രാജാവേ എന്ന വലിയ സങ്കീർത്തകന്റെ വാക്കുകളോട് ചേർന്നാണ് നമ്മൾ പരിശുദ്ധ കുർബാന മുന്നോട്ട് പോകുന്നത്. വീണ്ടും സുവിശേഷ ഗ്രന്ഥം സംഭവിക്കുമ്പോൾ രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനത് ഒഴുക്കിയെടുത്തെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ ആ സന്തോഷം കർത്താവിന് മുമ്പാകെ നമ്മൾ പാടി ഉല്ലസിച്ച് അതിനെ ഏറ്റുപറയുന്നു. പരിശുദ്ധ കുർബാനയിൽ ഉടനീളം സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആവർത്തിച്ച് നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ നിന്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന എല്ലാ തരത്തിലും അർത്ഥപൂർണമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിന്റെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയാണ്. ആ രാജ്യത്തിന്റെ ഭാഗമാകാനും ആ രാജ്യം ഈ ഭൂമിയിൽ സംജാതമാക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാമോദീസായാൽ ആ ഉത്തരവാദിത്വം നമുക്ക് നൽകിയിരിക്കുന്നു. ജീവിതത്തിലുടനീളം നമ്മൾ ആ ഉത്തരവാദിത്വത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ കുർബാന നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കൂദാശകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യമാക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഇതെല്ലാം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ രാജ്യം നമ്മുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അടക്കമുള്ള മറ്റു പല പ്രാർത്ഥനകളും അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്വം നമ്മൾ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യും. ഈ രാജാവായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതും ചോദ്യമായിട്ട് ഉയരേണ്ടതുണ്ട്. നമ്മൾ പഴയ നിയമത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ രാജാവായ മെൽക്കിസദേക്ക് അവൻ പുരോഹിതനും കൂടിയാണ്. അവൻ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിക്കുന്നവനാണ്. അവനെ തുടർന്നുള്ള ആ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ടും ഒരു രാജാവിനെ മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം രാജാവായി അവരുടെ മുൻപാകെ അവരോടൊപ്പമായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു രാജാവിനെ അവർ അന്വേഷിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി അവർ മുറവിളി കൂട്ടി എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധത്തിൽ ഒന്നാണത്. ദൈവത്തെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിക്കാതെ മറ്റ് രാജാക്കന്മാരെ പോലെ, അതായത് മറ്റ് ജനതകൾക്കുണ്ടായിരുന്ന പല രാജാക്കന്മാരെയും പോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായിരുന്നത്. ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുക, അത് ഈ ഭൂമിയിൽ അന്ന് മാത്രമല്ല ഇന്നും ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട വസ്തുതയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കാതെ നമ്മൾ പോകുന്ന പല അബദ്ധങ്ങളും നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു കാണാം. നമ്മുടെ തന്നെ ചിലപ്പോഴുള്ള വ്യർത്ഥാഭിമാനത്തിലും നമ്മുടേതായിട്ടുള്ള ചില സാമ്പത്തിക ലാഭത്തിന്റെ പേരിലും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മറ്റ് അംഗീകാരങ്ങളുടെ പേരിലും ഒക്കെ നമ്മൾ ദൈവത്തെ രാജാവായി അംഗീകരിക്കാതെ നമ്മളെ തന്നെയും നമ്മുടെ സാഹചര്യങ്ങളെയും അതിന് പകരമായിട്ട് വെക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു. ഇസ്രായേലിന് സംഭവിച്ച അതേ അപകടം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഇപ്രകാരമാണ്. ഈശോ മിശിഹായുടെ ഈ വലിയ ആഹ്വാനം, ഞാൻ രാജാവാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്ന രാജ്യമല്ല ദൈവത്തിൻ്റെ, ഈ ഭൂമിയിൽ ആരംഭിക്കേണ്ട രാജ്യമാണ്. നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ആരംഭിച്ച് നിത്യതയിലേക്ക്, നിത്യമായ സ്വർഗരാജ്യത്തിന്റെ ഭാഗമാകേണ്ടവരാണ് നമ്മൾ. ഈ രാജ്യം
നമ്മളിൽ കുടികൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്തണം. നമ്മളതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയണം. ഈ ഒരു കാര്യം മനസ്സിലാക്കാത്ത ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമാകും. ആരാധനാക്രമ മത്സരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും മംഗളവാർത്താ കാലത്തിൽ ആരംഭിച്ച് പള്ളിക്കൂദാശ കാലത്തിൽ അവസാനിക്കുമ്പോൾ ഒരു ആരാധനാക്രമ മത്സരം മുഴുവനും ചെന്ന് അവസാനിക്കുന്നത് ഈ വലിയ തിരുനാൾ ദിവസത്തിലാണ്. ആരാധനാക്രമ മത്സരത്തിന്റെ ഏറ്റവും അർത്ഥപൂർണമായ ഒരു സമാപനമായിട്ടാണ് നമുക്ക് ഈ ഒരാഴ്ചയെ കാണാൻ പറ്റുന്നത്. ഈശോയുടെ രാജ്യത്വത്തിലേക്ക് എല്ലാം ചെന്ന് അവസാനിക്കുന്നു. അതുപോലെ രക്ഷാകര ചരിത്രത്തിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഒരു സംവത്സരം കൊണ്ട് മുഴുവനുമായിട്ടും നമ്മൾ പര്യവസാനിപ്പിക്കുമ്പോൾ ഈശോയുടെ രാജ്യത്വം, ദൈവരാജ്യം, നിത്യമായ രാജ്യം, സമാധാനത്തിന്റെ രാജ്യമായിട്ട് അതിനെ മുൻനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകമായ ഈ ഫോക്കസിലൂടെ നമ്മളെ രക്ഷാകര പദ്ധതിയിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ നേരത്തെ ഇസ്രായേൽ ജനത്തിനെ പറ്റിപ്പോയ ഈ അബദ്ധത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി ദൈവത്തിൻ്റെ കാര്യം രണ്ടാമത്തെ കാര്യമാക്കി വെച്ചു അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രക്രിയ നമ്മളിലൂടെ സാധ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാതെ വരികയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഏടുകളിലൂടെ നമുക്കൊന്ന് കടന്നു വരേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ രാജാവിനെ അംഗീകരിച്ചു എങ്കിലും ദൈവത്തെ പരിപൂർണമായിട്ടും ഉൾച്ചേർക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അവർ തെറ്റിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. ഈ തെറ്റിലേക്ക് പോയ ഇസ്രായേൽ ജനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ പ്രക്രിയകളാണ് നമ്മൾ പഴയ നിയമത്തിൽ മുഴുവനും കാണുന്നത്. ഇനി ഈ രാജാവിനെ അവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 7-ാം അധ്യായത്തിൽ രാജാതിരാജനായ വാനമേഘങ്ങളിൽ കടന്നു വരുന്ന ഈശോ മിശിഹായെ ദ്യോതിപ്പിക്കുന്ന പഴയ നിയമഭാഗങ്ങൾ. യേശയ്യാ പ്രവചനത്തിലും ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ സമാധാന രാജാവ് എന്ന് അറിയപ്പെടും. ഈശോയുടെ ജനനത്തെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആവർത്തിച്ച് എടുത്തു പറയുന്നത് കാണുന്നത്. അപ്പോൾ ഇപ്രകാരം വലിയ സന്തോഷത്തോടുകൂടി ഈ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ തിരുനാളും നമ്മളും തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഓരോ നിമിഷവും അത് നമ്മുടെ ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. അതില്ലാത്ത മറ്റെന്ത് നേടിയിട്ടും നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തെ രാജാവായി അംഗീകരിക്കുകയും ഏറ്റുപറയുകയും അതിനോട് വേണ്ട ആ ഒരു ആത്മസമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കാലോചിതമായി ജീവിക്കാനും ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനും അവിടുത്തെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കാനും നമുക്ക് ദൈവം കൃപ നൽകുകയാണ്. ഇന്നും ഈശോയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈശോ തന്നെ ചോദിക്കുകയാണ്. അവൻ ദാവീദിന്റെ പുത്രനായിട്ട് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ ദാവീദിന്റെ പുത്രനായിട്ട് അവനെ അറിയപ്പെടുന്നു എന്ന് ഈശോ തന്നെ അറിയിക്കുന്നു എങ്കിൽ പോലും അതിനപ്പുറത്തേക്കാണ് ഈശോയുടെ രാജ്യത്വത്തിനെ കുറിച്ചുള്ള ആ ഒരു പഠനം ഈശോ തന്നെ നൽകുന്നത്. കാരണം അവൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ മാത്രം, അതിൽ ഒതുങ്ങി നിൽക്കാൻ മാത്രമുള്ള ചെറിയ ഒരു സാഹചര്യത്തിലല്ല, പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന ദൈവിക കൺസെപ്റ്റും ദൈവികമായിട്ടുള്ള രാജ്യത്തിൻ്റെ വിശാലതയെയും കുറിച്ച് കർത്താവ് അവിടെ സൂചന നൽകുകയാണ്. അപ്പോൾ വലിയ സന്തോഷത്തിൻ്റെതായ ഈ ദിവസത്തിൽ നമുക്ക് ഈ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഈ പൂർണ്ണമായ സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, പൂർണ്ണമായ ദൈവരാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം മാത്രമാണ് രക്ഷകനെന്ന് ഏറ്റുപറയാൻ പറ്റാത്ത വിധത്തിൽ പലപ്പോഴും നമ്മൾ അതിനോട് അനുബന്ധമായ പല പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകയാണ്. അനുബന്ധമായി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് അപകടം വരുത്തി വെക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, കുതിരപ്പുറത്ത് വരുന്ന രാജാവായ കർത്താവ്. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ കഴുതപ്പുറത്ത് കടന്നു വരുന്നു സമാധാന രാജാവായി. ഈ രാജ്യത്വം നമ്മൾ അംഗീകരിച്ച് ഏറ്റുപറയണം. സമാധാനത്തിൻ്റെ ദൈവമായും നീതിയുടെ ദൈവമായും സർവ പ്രൗഢിയുടെയും ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടയാളമായിട്ടും
കർത്താവിന് നമ്മൾ ഏറ്റുപറയുമ്പോൾ അവിടത്തിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനും ദൈവഹിതത്തിന് ഒത്ത ഒരു ജീവിതം അന്വർത്ഥമാകത്തക്ക വിധത്തിൽ ഭൂമിയിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കാലോചിതമായിട്ട് മുന്നേറാനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതിലേക്ക് എത്തിപ്പെടാനുള്ള വലിയ കൃപ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഏത് നിമിഷം അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കം ഏത് നിമിഷം അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഈ രാജ്യത്തിനൊത്ത ജീവിതം നയിച്ച് പരിപൂർണമായിട്ടും ദൈവത്തിന്റെ ഹിതം പരിപൂർണമാക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിന്റെ ഈ രാജ്യത്വത്തിൽ നമ്മളെല്ലാവരും പ്രസന്നമതരായി പുലരുവാൻ തക്ക വിധത്തിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപ കർത്താവ് പ്രദാനം ചെയ്യട്ടെ. അതിന് വിഘാതമായതെല്ലാത്തിനെയും മാറ്റി നിർത്താനുള്ള ദൈവിക ജ്ഞാനം കർത്താവ് നമുക്ക് നൽകട്ടെ. അവിടെ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.